ഓക്കെ, ബേസ് തിയറം. നമ്മൾ എവിടെയാണ് ബേസ് തിയറം അപ്ലൈ ചെയ്യുന്നത്? ഈ ഒരു സിറ്റുവേഷൻ നോക്കുക. 2 bag 1 and 2. Bag 1 contain 2 white and 3 red ball, and bag 2 contain 4 white and 5 red ball. One ball is drawn at random from one of the bag. We find the probability of selecting of the bag. അതായത് ഒരു ബാഗ് ആദ്യമേ നമ്മൾ സെലക്ട്, 2 ബാഗ് ഉണ്ട്, അവിടെ തന്നെ നമുക്ക് 1/2 കിട്ടും. അടുത്ത പ്രോബിലിറ്റി ഡ്രോയിങ് എ ബോൾ ഓഫ് എ പർട്ടിക്കുലർ കളർ, സേ വൈറ്റ്, ഫ്രം എ പർട്ടിക്കുലർ ബാഗ് 1. Okay, we can find the probability that the ball is drawn of a particular color if you are given the bag from which the ball is drawn. But we can find the probability that the ball drawn is from a particular bag, say bag 2 of color is given. Okay, അതായത് ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ഏത് ബാഗ് ആണെന്നുള്ള പറയണം. ഓരോ ബാഗിനും ചാൻസ് എത്രയാണ്? 1/2. ഇനി ഏത് ബാഗ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഗിനുള്ളിലെ ഏത് കളർ എടുക്കുന്നു. ഓക്കെ, അതായത് ഒരു ബാഗ് ആണ് ഇവിടെ ഒരു വൈറ്റ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? 2/5 ആണ് ബാഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം അടുത്ത തന്നെ വി ഹാവ് ടു ഫൈൻഡ് ദ റിവേഴ്സ് പ്രോബിലിറ്റി ഓഫ് ബാഗ് 2 ടു ബി സെലക്ടഡ് വെൻ ദ ഇവന്റ് ഒക്കേർഡ് ഇറ്റ് ഈസ് നോൺ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ റിവേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അതായത് പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് ദ റിവേഴ്സ് പ്രോബിലിറ്റി ബൈ യൂസിങ് കണ്ടീഷൻ പ്രോബിലിറ്റി. ഓക്കെ, ശ്രദ്ധിക്കുക. അതായത് നമുക്ക് ഇവിടെ ആദ്യമേ ബാഗ് സെലക്ട് ചെയ്തു. We can find the probability that a ball is drawn from one particular bag, say bag 2, if the color of the ball drawn is given. Okay, അതായത് നമുക്ക് ബോളിന്റെ കളർ തന്നിരിക്കുന്നു, അതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാണ്? നമ്മൾ ഏത് ബാഗ് ആണെന്നുള്ള കണ്ടുപിടിക്കുക. അതിന് നമുക്ക് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്, അത് എന്താണെന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ബേസ് തിയറത്തിൽ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നൗ അപ്പം എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഡീൽ ചെയ്യുന്നതെന്നുള്ളത് ശ്രദ്ധിക്കുക. അപ്പം ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നതിന് വേണ്ടി. ഇപ്പൊ നമുക്ക് കുറെ ഇവന്റ് തന്നിട്ടിരിക്കുന്നു. E1, E2, En സെറ്റ് ബി എ പാർഷ്യൻ ഓഫ് എ സാമ്പിൾ സ്പേസ്. അതായത് ഒരു ഗിവൺ സാമ്പിൾ സ്പേസിനെ നമ്മൾ E1, E2, E3, En എന്ന് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അടുത്ത് ഇത് തമ്മിൽ ഒരു കോമണും ഇല്ല. EI ഇന്റർസെക്ഷൻ EJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കും. ഇത് E1, ഇത് E2, ഓരോ പോയിന്റ് ഇത് E1, ഇത് E2, ഇത് E3. ഓക്കെ, ഈ ഓരോ എല്ലാ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്. ഓക്കെ, അതാണ് ആദ്യത്തെ ശ്രദ്ധിക്കേണ്ടത്. ഇതാണ് E1, ഇതാണ് E2, ഇതാണ് E3. ഒരു ഐയും ജെയും എടുത്ത EI ഇന്റർസെക്ഷൻ EJ എന്ന് പറയുന്ന 5 ആണ്. ഐയും ജെയും നോട്ട് ഈക്വൽ ടു, അതായത് E1 E1 ഇന്റർസെക്ഷൻ ഉണ്ട്, അത് തമ്മിൽ ഈക്വൽ അല്ലെങ്കിൽ ഏത് ഐയും ഏത് ജെ എടുത്താലും അതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ എത്രയായിരിക്കും? നില്ലായിരിക്കും. അടുത്തത് E1ന്റെയും E2ന്റെയും E3യുടെയും യൂണിയൻ, അതായത് E1ഉം E2 E3യും ഇനിയുള്ള ബാക്കിയുള്ള എല്ലാ വാല്യൂം കൂടെ കൂടിച്ചേരുമെന്ന് വിചാരിക്കുക. നമ്മളിതുപോലെ കണ്ടിന്യൂ ചെയ്താൽ നമുക്കൊരു E4 ഉണ്ട്, E5 ഉണ്ട്, E6 ഉണ്ട്, E7 ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും? നമുക്ക് സാമ്പിൾ സ്പേസ് കിട്ടും. ഈ രണ്ട് കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. എന്താണ്? അതായത് ഒരു സെറ്റ് ഓഫ് ഇവന്റിനെ നമ്മളിങ്ങനെ പല ചെറിയതായിട്ട് പാർട്ടീഷൻ ചെയ്തു. ഏത് രണ്ട് ഇവന്റ് എടുത്താലും അതിനിടയ്ക്ക് കോമൺ ആയിട്ടൊന്നുമില്ല. അടുത്ത എന്താണ്? എല്ലാ ഇൻഡിപെൻഡന്റ് ഇവന്റ് യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സാമ്പിൾ സ്പേസ് കിട്ടും. ഓക്കെ, in other words, the event E1 to En represent a partition of the sample space. Okay, they are pairwise disjoint, exhaustive and have non-zero probabilities. എന്താണ്? ഏത് രണ്ട് പേരെടുത്താലും E1, E2, E2, E3, E7, E6 ഏതെടുത്താലും പെയർവൈസ് ഡിസ്ജോയിന്റ്, കോമൺ ആയിട്ടൊന്നുമില്ല. എക്സോസ്റ്റീവ് ആൻഡ് അടുത്ത് എന്താണ്? നോൺ സീറോ പ്രോബിലിറ്റി. എന്ന് വെച്ചാൽ നോൺ സീറോ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒക്കറിംഗ് ആണ്, സീറോ പ്രോബിലിറ്റി ഒരിക്കലും വരുന്നില്ല. അതാണ് അതിന്റെ ബേസിക്. അതായത് ഇങ്ങനെയുള്ളൊരു സെറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവേഴ്സ് കണ്ടീഷൻ പ്രോബിലിറ്റി ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ഗിവൺ പ്രോബിലിറ്റി കണ്ടുപിടിക്കുന്നത്. ഓരോ ഇൻഡിപെൻഡന്റിന്റെയും കണ്ടീഷൻ പ്രോബിലിറ്റി എന്ന് കഴിഞ്ഞാൽ ടോട്ടൽ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളൊരു സ്പെഷ്യൽ രീതിയാണ്. As an example, we see that any non-empty event D has its complement E form a
പാർട്ടീഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ്. ഓക്കെ, എന്തായിരിക്കും? ഈ ഇന്റർസെക്ഷൻ ഈ കോംപ്ലിമെന്റ് സ്റ്റിൽ 5 സെറ്റ് തന്നെ. അതുപോലെ തന്നെ ഈ ഇന്റർസെക്ഷൻ ഈ യൂണിയൻ ഈ കോംപ്ലിമെന്റ്, അതായത് ഞാനിപ്പോൾ E1 എടുക്കുകയാണെന്ന് വിചാരിച്ചു, അതിന്റെ കോംപ്ലിമെന്റ് ആണ് ബാക്കി E2 E3 E4 E6 ബാക്കിയുള്ള എല്ലാ വാല്യൂം കൂടെ ചേർന്ന്. അപ്പം ഇക്കും ഈ കോംപ്ലിമെന്റിനും കോമൺ ആയിട്ടൊന്നുമില്ല. കാരണം എന്തുകൊണ്ടാണ്? E1 ഇതാണ്, E1ന്റെ കോംപ്ലിമെന്റ് E1 ഒഴികെ ബാക്കി എല്ലാമാണ്, അതിന്റെ രണ്ടിനും ഇടയ്ക്ക് കോമൺ ആയിട്ടൊന്നുമില്ല. അടുത്ത ഇയും യൂണിയൻ ഈ കോംപ്ലിമെന്റ്, അതായത് E1 എടുത്തു, E1ന്റെ കോംപ്ലിമെന്റ് ബാക്കിയുള്ള എല്ലാം കൂടെ യൂണിയൻ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സാമ്പിൾ സ്പേസ് കിട്ടും. ഓക്കെ, അടുത്തത് ഫ്രം വെൻ ഡയഗ്രാം നമുക്ക് എന്ത് ചെയ്യാം? E and F are any two even associated with the sample space. E intersection F complement, E intersection F, E complement intersection F, E complement intersection A complement is a partition of the sample space S. ഇനി ശ്രദ്ധിക്കുക, ഇയും എഫും. ഓക്കെ, now E and F എന്ന് പറയുന്നത് എന്താണ്? എനി ടു ഈവൻ അസോസിയേറ്റ് വിത്ത് സാമ്പിൾ സ്പേസ് എഫ്. ഇവിടെ പ്രത്യേകത ഇത് ഇ, ഇത് എഫ്. ഓക്കെ, ഈ കാണുന്ന റീജിയൻ ആയിരിക്കും ഈ ഇന്റർസെക്ഷൻ എന്തെന്ന് പറയുന്നത്? എഫ് കോംപ്ലിമെന്റ്. ഈ വെള്ളയാണ് ഏതെന്ന് പറയുന്നത്? ഈ ഇന്റർസെക്ഷൻ എഫ്. ഇതാണ് ഏത്? ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ്. ബാക്കി ഏതാണ്? ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ്. അപ്പം ഇതാണ്, നമുക്കൊരു ഇ ഉണ്ട്, ഒരു എഫ് ഉണ്ടെങ്കിൽ നമുക്ക് 4 റീജിയൻ ആയിട്ടിരിക്കാം ടോട്ടൽ സാമ്പിൾ സ്പേസിനെ. ഈ ഇന്റർസെക്ഷൻ എഫ് ഉണ്ട്, ഈ ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് ഉണ്ട്, ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് ഉണ്ട്, ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ്. ഓക്കെ, ഇ ആൻഡ് എഫ് എനി ടു ഇവന്റ്സ് ദെൻ ദ സെറ്റ് ഈസ് എ പാർട്ടീഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ്. അതായത് ടോട്ടൽ സാമ്പിൾ സ്പേസിന് ഈ 4 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. ഓക്കെ, so it may be mentioned that the partition of a sample space is not unique. There can be several partitions of the same sample space. നമ്മളിപ്പോൾ രണ്ടായിട്ട് പോലെ തന്നെ പലതായിട്ട് നമുക്ക് എന്ത് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഇനി ടോട്ടൽ പ്രോബബിലിറ്റി ഉപയോഗിച്ച് നമുക്കിത് എന്ത് ചെയ്യാണ്? ഇനി ഈ ഏതാണ്? നമ്മൾ ഇതിൻ്റെത് ബേസ് തിയറത്തിൻ്റെത് പ്രൂവ് ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ജസ്റ്റ് 2 ഉണ്ടെങ്കിൽ ഇയും ഒരു എഫും ഉണ്ടെങ്കിൽ അതിനെ 4 പാർട്ടീഷനായിട്ടും, അതായത് ഇയുടെ എഫിൻ്റെയും അതിൻ്റെ കോംപ്ലിമെന്റിൻ്റെയും കോമൺ പോയിന്റ് ആയിട്ട് നമുക്ക് 4 ആയിട്ട് എന്ത് ചെയ്യാം? അതിനെ എന്ത് ചെയ്യാൻ സാധിക്കും? ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ടോട്ടൽ പ്രോബബിലിറ്റി എന്താണ്? ടോട്ടൽ പ്രോബബിലിറ്റി പറയുന്നത് E1 E2 E3 എന്ന് പറഞ്ഞ പാർട്ടീഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ് ഓഫ് എസ്. ശ്രദ്ധിച്ചോണം, നമ്മൾ മുമ്പേ പറഞ്ഞ എല്ലാ ക്രൈറ്റീരിയ ഉണ്ട്. E1ഉം E2ഉം ഇതാണ്. E1ഉം ഇൻഡിപെൻഡന്റ് ആണ്, E1ഉം വേറെ ഒന്നും തമ്മിൽ ഒരു കോമൺ റീജിയൻ ഇല്ല. E1 E2 ബി എ പാർട്ടീഷൻ ഓഫ് ദ സാമ്പിൾ സ്പേസ്. അതായത് E1 E2 EN എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലി ഇതിനിടയ്ക്ക് കോമൺ ആയിട്ടൊന്നുമില്ല. E1 E2 കോമൺ ഒന്നുമില്ല, ക്രൈറ്റീരിയ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഈച്ച് ഓഫ് ദി ഇവൻ E1 E2 ആർ എ നോൺ സീറോ പ്രോബബിലിറ്റി എ ബി എനി ഇവന്റ്. അടുത്ത് ഇവിടെ ശ്രദ്ധിച്ചോണം, അങ്ങനെയാണ് ഈ കുഞ്ഞു റീജിയൻ വരെ എനിക്ക് എന്തെന്ന് എഴുതാം? E1 ഇന്റർസെക്ഷൻ എ എന്ന് എഴുതാം. ഈ E1 ഇന്റർസെക്ഷൻ എക്ക് വരെ എനിക്ക് എന്തെന്ന് എഴുതാം? P of E1 ടൈം P of A given E1 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? ഇത് രണ്ടും ഒരേ ഫോർമുല തന്നെയാണ്. എന്തുകൊണ്ടാണ്? അതിൻ്റെ P of E1 ടൈംസ് P of A ഇന്റർസെക്ഷൻ E1 ബൈ P of E1 എന്ന് എഴുതും. P of E1ഉം P of E1ഉം കൂടെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അതായത് ഈ കാണുന്ന ഒരൊറ്റ റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്? E1 ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത്. ആ E1 ഇന്റർസെക്ഷൻ എക്ക് വരെ എനിക്ക് P of E1 ടൈം P of E1 ഇന്റർസെക്ഷൻ എ ബൈ P of E1 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്? P of E1ഉം P of E1ഉം കൂടെ കെട്ട് ചെയ്തു. അതായത് ഞാൻ ഇതിനെ P of E1 വെച്ച് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. ഈ A ഇന്റർസെക്ഷൻ E1 ബൈ P of E1 വരും P of A given E1 എന്ന് എനിക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, ഈ ഒരു കുഞ്ഞു പോർഷൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിന് E1 ഇന്റർസെക്ഷൻ A1 ആണ്, P of E1 വെച്ച് മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യുകയും ചെയ്തു. P of A ഇന്റർസെക്ഷൻ A ബൈ P of E1 എന്ന് വന്നു. അതിന്റെ P of A given E1 എന്ന് വരും. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. P of E1 ടൈംസ് P of A given E1. അതാണ് ഫസ്റ്റ്. ഓക്കെ, ആ ഒരൊറ്റ റീജിയൻ എന്ന് പറയുന്നത് എന്താണ്? P of A ഇന്റർസെക്ഷൻ E1 എന്ന് പറയുന്ന നമ്മൾ ഈ പറയുന്ന ഏതാണ്? ഈ ഒരൊറ്റ റീജിയൻ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? E2 രണ്ടാമത്തെ റീജിയൻ ഏതായിരിക്കും? രണ്ടാമത്തെ റീജിയൻ ഇതുപോലെ തന്നെ ഞാൻ കാണിക്കുകയാണെങ്കിൽ ഇത്
ഓക്കെ, ഇതാണ് രണ്ടാമത്തെ റീജിയൻ. ഈ രണ്ടാമത്തെ റീജിയൻ വരെ എനിക്ക് എന്തെന്ന് എഴുതാം? പി ഓഫ് ഇ എ ഇന്റർസെക്ഷൻ E2 എന്ന് എഴുതാം. പി ഓഫ് എ ഇന്റർസെക്ഷൻ E2 വരുന്ന ഞാൻ എന്തെന്ന് എഴുതും? ആ സെയിം ലോജിക്ക് വെച്ചിട്ട് പി ഓഫ് എ ഇന്റർസെക്ഷൻ E2 പകരം ഞാൻ എന്തെന്ന് എഴുതാം? പി ഓഫ് E2. എ ഇന്റർസെക്ഷൻ E2. പി ഓഫ് E2. അത് രണ്ടും കൂടെ എന്ത് ചെയ്യുക? ക്യാൻസൽ ചെയ്യുക. പി ഓഫ് E2 പി ഓഫ് E2 കൂടെ വന്നു കഴിഞ്ഞാൽ പി ഓഫ് എ ഇന്റർസെക്ഷൻ E2 വരും. ഓക്കെ, അതുകൊണ്ടാണ് പി ഓഫ് E2 ടൈംസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ E2 എന്ന് വന്നിരിക്കുന്നത്. പി ഓഫ് E2 കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ E2 വരും. ആണ് രണ്ടാമത്തെ റീജിയൻ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെയുള്ള ഓരോ ഇൻഡിവിജ്വൽ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പി ഓഫ് എ കിട്ടും. അങ്ങനെയാണ് പി ഓഫ് എക്ക് നമുക്ക് എന്തെന്ന് എഴുതാം? സിഗ്മ ജെ ഇസിക്കൽ ടു 1 to 1 പി ഓഫ് ഇ ജെ, കാരണം പി ഓഫ് E1 പി ഓഫ് E2 പി ഓഫ് എ ആണ് ഫണ്ടി വരുന്നത്, ടൈംസ് പി ഓഫ് എ ഗിവൺ ഇ ജെ, എ ഗിവൺ E1 എ ഗിവൺ E2 എ ഗിവൺ E3. എന്നിട്ട് ഇതിന്റെ എന്ത് ചെയ്യും? സിഗ്മയും കൂടെ എന്ത് ചെയ്യുക? എടുക്കുക. ഇതാണ് ടോട്ടൽ തിയറം ഓഫ് ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ പ്രൂഫാണ്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ E1 E2 EN, E1 യൂണിയൻ E2 യൂണിയൻ E3 എക്സെട്ര EN എന്ന് പറയുന്നത് എസ് കിട്ടും. ഐയും ജെ ഈക്വൽ അല്ലെങ്കിൽ E1 ഇന്റർസെക്ഷൻ EJ എന്ന് പറയുന്നത് നൾ സെറ്റ് ആണ്. അടുത്ത എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ എസ് എന്ന് എഴുതാം. കാരണം എന്താണ്? എ എന്ന് പറയുന്നത് എ ഇന്റർസെക്ഷൻ എസ് സെയിം ആണ്. അടുത്ത അതിന് വരെ നമുക്ക് എന്ത് എഴുതാം? എ ഇന്റർസെക്ഷൻ ഈ എസിന് വരെ എനിക്ക് എന്തെന്ന് എഴുതാം? E1 യൂണിയൻ E2 യൂണിയൻ EN യൂണിയൻ എക്സെട്ര ടു EN എന്ന് എഴുതാം. അപ്പം അതിന് വരം A1 ഇന്റർസെക്ഷൻ E1 യൂണിയൻ A1 ഇന്റർസെക്ഷൻ E2 എന്ന് പറഞ്ഞുകൊണ്ട് A ഇന്റർസെക്ഷൻ AN എന്ന് പറഞ്ഞ് എഴുതാം. അടുത്ത പ്രോബിലിറ്റി ഓഫ് A1 ഇന്റർസെക്ഷൻ E1, പ്രോബിലിറ്റി ഓഫ് എന്ത് ചെയ്യണം? സ്പ്ലിറ്റ് ചെയ്യാൻ A ഇന്റർസെക്ഷൻ E2, പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ EN എന്ന് പറഞ്ഞ് എഴുതാം. അടുത്ത ഓരോ പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ എയും പ്രോബിലിറ്റി ഓഫ് E ടൈം പ്രോബിലിറ്റി ഓഫ് A ഗിവൺ E ആണ്. അത് ഇവിടെ നിന്ന് വന്നു കണ്ടീഷണൽ പ്രോബിലിറ്റി എന്ന് വന്നിരിക്കുന്നതാണ്. കാരണം പ്രോബിലിറ്റി ഓഫ് I ടൈം പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ EI ബൈ പ്രോബിലിറ്റി ഓഫ് EI വരും. EIയും EIയും കൂടെ എന്ത് ചെയ്തു പോകുന്നു? കട്ട് ചെയ്തു പോകുന്നു. A ഇന്റർസെക്ഷൻ EI എന്നുള്ളത് കിട്ടും. അതെല്ലാം കൂടെ എന്ത് ചെയ്യാണ്? ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓക്കെ, ഇതെല്ലാം കൂടെ നമ്മൾ അങ്ങ് ആഡ് ചെയ്യുക. സിഗ്മ ആയിട്ട് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് E1 ഗിവൺ A ഗിവൺ E1 E2 ടൈംസ് A ഗിവൺ E2 എക്സെട്ര എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫോർമുല, ബേസ് തീരത്തിന്റെ ഈ ഒരു ഫോർമുല പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്.